പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മുത്തശ്ശി പറയുകയാണ്, ഇദ്ദേഹം ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, കുടുംബക്ഷേത്രത്തിൽ നേർച്ചയും നേർന്നിട്ടുണ്ട്, എന്നിട്ടും ഒരു മാറ്റവുമില്ല. കുട്ടികൾ മലയ്ക്ക് പോയത് ഇദ്ദേഹത്തിന്റെ അസുഖം മാറുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുത്തശ്ശൻ, അസുഖം മാറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? എടോ, എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറി. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലുമല്ല. ഡോക്ടർ അത്ഭുതം എന്നാണ് പറഞ്ഞത്. നേരത്തെ ചെക്കപ്പിന് പോയപ്പോൾ രോഗം കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ 4-5 വർഷം കഴിയാതെ രോഗം പൂർണ്ണമായി മാറും എന്ന് മെഡിക്കൽ സയൻസിൽ പോലും പറയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എല്ലാ ചെക്കപ്പുകളും നടത്തി രോഗം പൂർണ്ണമായിട്ട് ഭേദമായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത്രയും കേട്ടപ്പോഴേക്കും അത്ഭുതത്തോടെ മൂർത്തി സാറിൻ്റെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശി ചിരിക്കുമ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയുകയാണ്, പിന്നെ ഡോക്ടറും ഞാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനല്ലാതെ മറ്റാരും ഈ സത്യം അറിയാൻ പാടില്ല എന്ന്. പഴയ അനന്തപുരി തറവാടല്ല ഇപ്പോഴത്തെ അനന്തപുരി തറവാട്. ഇവിടെ ഒരുപാട് താളം തട്ടലുകളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ രോഗിയായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ മുത്തശ്ശി വീണ്ടും പറയുകയാണ്, എങ്കിലും ജയനും ദേവയാനിക്കുമൊക്കെ അത് കേട്ടപ്പോൾ വലിയ വിഷമമായി. ആദർശമോനും ഇത് കേൾക്കുമ്പോൾ അതിനേക്കാൾ വിഷമമാകും. അതിന് മൂർത്തി സാറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, സത്യം പറയണമെന്നാണ് നമ്മുടെ കാരണവന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാലഘട്ടം മാറിപ്പോയി. ഇന്നത്തെ കാലത്ത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി ഇങ്ങനെയുള്ള ചില കള്ളങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ ആദർശും ജയനുമൊക്കെ ഡോക്ടറെ വിളിച്ച് കാര്യം അന്വേഷിക്കും. ആ സമയത്ത് അസുഖം കുറവില്ല എന്ന് പറയുവാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് വല്ലാത്തൊരു ഭയത്തോടെ മുത്തശ്ശി പറയുകയാണ്, രോഗങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് ചിലപ്പോൾ തിരിച്ചടിക്കും. എടോ, വയസ്സ് 75 കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചടിക്കുന്നെങ്കിൽ തിരിച്ചടിക്കട്ടെ. എൻ്റെ മരണം കൊണ്ട് തനിക്ക് പോലും ഒന്നും വരില്ല. വസുന്ധരെ, ആദ്യം പോകേണ്ടത് ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണ്. ഭാര്യ പോയിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ ഗതികേടാണ്. അതുകൊണ്ട് അസുഖം പൂർണ്ണമായി മാറി എന്നറിഞ്ഞിട്ടും അതെന്നെ ഒട്ടും സന്തോഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. തുടർന്ന് കാണുന്നത് ജയൻ കമ്പ്യൂട്ടറിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവയാനി മെല്ലെ നടന്ന് അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ്. ദേവയാനി നടന്നുവന്ന് ജയൻ്റെ അരികിൽ മെല്ലെ ഇരിക്കുമ്പോൾ ജയൻ ചോദിക്കുകയാണ്, എന്തുപറ്റി? വല്ലാത്തൊരാലോചനയിലാണല്ലോ. എൻ്റെ ആലോചന ഇത്രയും എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചാണ്. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് കേട്ടോ. എൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ആ പെൺകുട്ടിയെ ഞാനൊന്ന് കാണുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? തെറ്റുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരുമ്പോൾ നിനക്കവളെ കാണാൻ പറ്റും. ഉടനെ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഇത്രയും കേട്ടപ്പോഴേക്കും ജയൻ ആകെ വിയർക്കുവാൻ തുടങ്ങി. അത് പിന്നെ പേര്? ആ വിക്കലും പരിഭവവും ഒക്കെ കണ്ടുകൊണ്ട് ദേവയാനി ചോദിക്കുകയാണ്, നയനയെന്നല്ലേ ആ പെൺകുട്ടിയുടെ പേര്? അന്ന് ICUവിൽ കിടന്നപ്പോൾ അവളുടെ പേരും ആദർശിൻ്റെ ഭാര്യയുടെ പേരും ഒന്നാണ് എന്നായിരുന്നല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ജയൻ, അതെ, അത് ശരിയാണ്, നയനയെന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. നയനയുടെ പ്രായമാണ് ആ പെൺകുട്ടിക്കും അല്ലേ എന്ന് ചോദിച്ചാൽ കാഴ്ചയിൽ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. ചിലപ്പോൾ 1 വയസ്സിനോ 2 വയസ്സിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുവാനും സാധ്യതയുണ്ട്. അതേ പ്രായമാണെന്നാണല്ലോ ആദർശ് അന്ന് പറഞ്ഞിരുന്നത് എന്ന് ദേവയാനി വീണ്ടും ചോദിക്കുമ്പോൾ ജയൻ വല്ലാതെ പരുങ്ങുകയാണ്. ചിലപ്പോൾ ആയിരിക്കും. ഇതൊന്നും ജയേട്ടൻ അറിയില്ലേ? അല്ല, അന്ന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ സംസാരിച്ചത് ആദർശാണ്. നിന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയനയെന്നാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ പെൺകുട്ടിയുടെ പേര് നീ ചോദിച്ചപ്പോൾ ഞാൻ മനഃപൂർവ്വം അത് മറച്ചു വെച്ചതാണ്. അതെന്താണ് അങ്ങനെ? അല്ല, മരുമകളുടെ പേര് നയന എന്നായതുകൊണ്ട് ആ പേര് കേൾക്കുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്നെ സഹായിച്ചത് ഒരു നയനയായതുകൊണ്ട് ഇപ്പോൾ ആ പേരിൽ വലിയ അയിത്തമൊന്നുമില്ല. അത് നന്നായി. അങ്ങനെ ഓരോന്നും മാറി മാറി വരണം. ഇത് ജയൻ പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നയനയെ എനിക്ക് ഉടനെങ്ങാനും കാണാൻ പറ്റുമോ? അതൊക്കെ നീ നിൻ്റെ മോനോട് ചോദിക്കണം. അവനാണ് അവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മറ്റെന്തൊക്കെയോ തിരക്കിലാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അച്ഛനും മകനും കൂടി എന്തൊക്കെയോ കള്ളങ്ങൾ പറയുന്നുണ്ട്. ഒരു നിസ്സാര കാര്യമല്ലേ ജയേട്ടാ? അവിടെ പോലും എന്താണ് സത്യം നിങ്ങൾ വെളിപ്പെടുത്താത്തത്? എന്ത് സത്യമാണ് വെളിപ്പെടുത്തേണ്ടത്? നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി വന്നു, നിന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു കാര്യം മാത്രമേ അവൾ ആവശ്യപ്പെട്ടുള്ളൂ, അവളുടെ പേരും അഡ്രസ്സും വെളിപ്പെടുത്തരുത് എന്ന്. നമ്മളെ സഹായിച്ച ഒരു പെൺകുട്ടി ആ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ അനുസരിക്കുകയല്ലേ വേണ്ടത്? ചേട്ടാ, എന്നുവെച്ച് അവളുടെ സഹായം ഞാനാണ് സ്വീകരിച്ചതെങ്കിൽ
അവൾ ആരാണെന്നും അവൾ എവിടെയാണ് താമസിക്കുന്നതെന്നും ഞാനൊന്ന് അറിയണ്ടേ? അതിപ്പോൾ നിങ്ങൾ ആര് സഹായിച്ചില്ലെങ്കിലും ഞാൻ സ്വന്തമായി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ ദേവയാനി മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് അനാമിക തൻ്റെ വീടിൻ്റെ വാതിക്കൽ ഫോണും നോക്കി വളരെ മൂഡ് ഓഫ് ആയിരിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ രേവതി വളരെ വേഗം വീടിനുള്ളിൽ നിന്നും വാതിൽക്കലേക്ക് ഇറങ്ങി വന്നിട്ട്, എടി, നീ ഇങ്ങനെ മൊബൈൽ നോക്കിയിരുന്നാൽ എങ്ങനെയാണ്? നീ അനിയെ വിളിച്ചോ? ഞാൻ എന്തിനാണ് വിളിക്കുന്നത്? അവൻ മലയ്ക്ക് പോയി വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുകയോ വന്ന് കാണുകയോ ചെയ്തോ? അവൻ മലയ്ക്ക് പോയതിൻ്റെ പ്രസാദം ഇവിടെ കൊണ്ട് തരാമായിരുന്നല്ലോ. എടി, ഞാനും അച്ഛനും മലയ്ക്ക് പോയ അനിയെ ഒന്ന് വിളിക്കണമെന്ന് മാറിയും തിരിഞ്ഞു നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ അങ്ങോട്ടൊന്ന് വിളിച്ചോ? അപ്പോൾ അനാമിക പറയുകയാണ്, എന്നെ അടിച്ചവളെ ഒന്നും നോവിപ്പാൻ ഇതുവരെ അച്ഛന് കഴിഞ്ഞില്ലല്ലോ, വെറുതെ കുറേ പൈസ കളഞ്ഞു. തുടർന്ന് രേവതി വീണ്ടും പറയുകയാണ്, മോളെ, നീ അവനെ വിളിക്കണ്ട, അവൻ്റെ വലിയമ്മയെ നിനക്കൊന്ന് വിളിക്കാമല്ലോ. അവരസുഖമൊക്കെ മാറി വീട്ടിലിരിക്കുകയല്ലേ. ഈ അവസ്ഥയിൽ അവരെ വിളിച്ചിട്ട് അസുഖമൊക്കെ മാറിയോ, ശരീരം നോക്കണം വല്യമ്മേ എന്നൊക്കെ ഒന്ന് പറ. അതിനിടയിൽ എനിക്ക് നിന്നോടൊരു മൈൻഡുമില്ല എന്നും നീ സൂചിപ്പിക്കണം. അവരവന് 2 വഴക്ക് കൊടുക്കുമ്പോൾ അവൻ താനേ വന്നോളും നിന്നെ വിളിക്കാൻ. അമ്മേ, അവൻ്റെ വലിയമ്മ റെക്കമെൻഡ് ചെയ്തിട്ട് വന്ന് വിളിക്കുന്നത് നമുക്ക് വലിയ തോൽവിയല്ലേ? നമ്മൾ തോൽക്കാതെ പിന്നെ ജയിച്ചു കൊണ്ടിരുന്നാലേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല മോളെ. നീ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവുകയാണ്. എടി മോളെ, നീ അവിടുന്ന് പിണങ്ങി പിരിഞ്ഞ് സ്ഥിരമായി ഇവിടെ വന്ന് നിന്നാൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. എനിക്കിനിയും നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും. അല്ലെങ്കിൽ നീ പോയ ഗ്യാപ്പിൽ ആ നന്ദു നുഴഞ്ഞു കയറും. അങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയാണ് അവൾ. അതൊക്കെ ഒഴിവാക്കേണ്ടത് മോളെ നമ്മുടെ ആവശ്യമാണ്. എനിക്ക് നിന്നെ ഭാര്യയായി നിലനിർത്തേണ്ട ഒരാവശ്യവുമില്ല. എന്നാൽ നമ്മുടെ കടമൊക്കെ ഒന്ന് തീർത്ത് നമ്മളൊന്ന് നിവർന്നു നിൽക്കുന്നതുവരെ നമുക്ക് അനിയെ ആവശ്യമുണ്ട്. ഇത് കേട്ടിട്ട് അനാമിക, ശരി, ഞാൻ അവൻ്റെ വലിയമ്മയെ ഒന്ന് വിളിക്കാം. അവരും ഇപ്പോൾ പഴയതുപോലെ എന്നെ വിളിക്കാറൊന്നുമില്ല. ഇനി അവരും മാറിയോ എന്നറിയില്ല. ഇത് പറഞ്ഞ് ഫോൺ എടുത്ത് അനാമിക ദേവയാനിയെ വിളിക്കുകയാണ്. തുടർന്ന് കാണുന്നത് ആദർശിൻ്റെ അരികിലേക്ക് ദേവയാനി മെല്ലെ മെല്ലെ നടന്നു വരുന്ന കാഴ്ചയാണ്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, ആദർശേ, അനാമിക പോയിട്ട് എത്ര ദിവസമായി എന്ന് നിനക്കറിയുമോ? അവളെ വിളിച്ചു കൊണ്ടുവരാൻ എന്താണ് അനിയോട് നീ പറയാത്തത്? അമ്മേ, അവൾ ഇവിടുന്ന് വഴക്കിട്ടാണല്ലോ പോയത്. അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. എടാ, നിനക്ക് നിന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരാൻ വലിയ താല്പര്യമാണല്ലോ. അതിനുവേണ്ടി നീ എൻ്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. എന്നിട്ടെന്താണ് നീ അനിയോട് പറയാത്തത് അനാമികയെ കൂട്ടിക്കൊണ്ടുവരുവാൻ? ഈ സമയത്ത് ഈ സംസാരം കേട്ടുകൊണ്ട് ജാനകി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ജാനകി പറയുകയാണ്, അവൻ പറയില്ല ഏട്ടത്തി, അനാമികയെ ഇവൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ചേച്ചിക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും അനാമികയെ വിളിച്ചുകൊണ്ടുവരുവാൻ ഇവൻ ഒരിക്കലും അനിയോട് പറയില്ല. ഇളയമ്മ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് താല്പര്യമില്ല അനാമികയെ വിളിച്ചുകൊണ്ടുവരുവാൻ. കാരണം അവരുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അനിയുടെ ദാമ്പത്യം ഇല്ലാതെയാക്കിയിട്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ആദർശേ? ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അവനും നീയും തമ്മിൽ എനിക്കൊരു വ്യത്യാസവുമില്ല. അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു മാറ്റിയെടുക്കേണ്ടത് നിന്റെ കടമയാണ്. ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ്, സാധാരണ ഓരോരോ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്നത്. പക്ഷേ എൻ്റെ മോൻ നിന്നെ അനുസരിക്കുന്ന ആളാണ് ആദർശേ. അതുകൊണ്ടാണ് ഇവിടെ വഴക്കൊന്നും നടക്കാത്തത്. അവനൊരിക്കലും അവൻ്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ടില്ല. അനാമികയുടെ വാക്കുകളേക്കാൾ മുൻഗണന അവൻ നൽകുന്നത് നിന്റെ വാക്കുകൾക്കാണ്. എന്നാൽ നീ അങ്ങനെയല്ല. നയന എന്തു പറഞ്ഞാലും നീ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവനാണ്. ഇളയമ്മയുടെ മുൻപിൽ വെച്ചല്ലേ അനാമിക നയനയെ പിടിച്ചു തള്ളിയത്, അതും അവളുടെ അവസ്ഥ ആലോചിക്കാതെ പോലും. എടാ, അവൾക്ക് എന്താ കുഴപ്പം? ഒരു പണിയും ചെയ്യാതെ നീ എടുത്തു കൊടുത്ത വീട്ടിൽ അവൾ സുഖിച്ചു കഴിയുകയല്ലേ. അങ്ങനെയുള്ളവളെ പിടിച്ചു തള്ളിയെങ്കിൽ അതിന് വ്യക്തമായ കാരണവുമുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അനി നന്ദുവിനെ കാണുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് അനി ആ വീട്ടിലേക്ക് പോയത്? അമ്മേ, അവൻ നയനയെ കാണുവാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ജാനകി, അതെ, ആയുർവേദ മരുന്നുമൊക്കെ വാങ്ങിക്കൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയത് നയനയെ കാണാൻ വേണ്ടി. അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ നീ എത്തിച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് അവൻ അങ്ങോട്ട് പോകുന്നത്? അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടത് അനാമികയ്ക്കല്ലേ? ഇത്രയും കേട്ടപ്പോഴേക്കും വല്ലാതെ മുഷിഞ്ഞിട്ട് ആദർശ് പറയുകയാണ്, ഇതിനൊക്കെ മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി. എന്നെപ്പോലെ തന്നെ അനി നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഇളയമ്മേ. അനി മാത്രമല്ല, അച്ഛനും ഇളയച്ഛനും ഒക്കെ നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, ഈ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. അത് തൊട്ടറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ അവളുടെ മഹത്വം എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് എന്ത് കേട്ടാലും അതിനൊന്നും മറുപടി പറയാൻ പറ്റാതെ പോകുന്നത്. ഇത് പറഞ്ഞിട്ട് ആദർശ് വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ദേവയാനിയോട് ജാനകി, ഒന്നുമില്ല, എൻ്റെ മകനൊരു ജീവിതം കിട്ടരുത്, അതേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ ദേവയാനി പറയുകയാണ്, ജാനകി, അവനങ്ങനെ ചിന്തിക്കുമോ?
പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഉടനെ ദേവയാനി അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഇപ്പോൾ ആദർശ് പോയിരിക്കുന്നത് അനിയുടെ അരികിലേക്കായിരിക്കും. അവർ സംസാരിക്കുന്നതിൽ നിന്നും എനിക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല. തുടർന്ന് കാണുന്നത് അനി നോട്ട് പാഡിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആദർശ് കടന്നു ചെന്നിട്ട്, നീ ഇവിടെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ പോയി നിന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവാ. അപ്പോൾ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അനി പറയുകയാണ്, ആദ്യം ഏട്ടൻ പോയി ഏട്ടൻ്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവാ. എനിക്ക് വിളിക്കാനൊന്നുമില്ല. അങ്ങോട്ട് പോയാലും അവളെ എനിക്ക് കാണാം. അവിടെ പോയി വേണമെങ്കിൽ 1-2 ദിവസം എനിക്ക് താമസിക്കാം. പക്ഷെ നീ അതുപോലെ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടനോട്, എൻ്റെ ദുരന്തമാണ് അനാമിക എന്ന ഭാര്യ. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. എടാ, എനിക്കറിയാം അനാമികയുടെ സ്വഭാവം. പക്ഷേ നിന്റെ കുടുംബജീവിതം തകരുന്നതിൽ എനിക്കും മറ്റുള്ളവർക്കുമൊക്കെ വിഷമമാണ്. അതെന്താണ് നീ മനസ്സിലാക്കാത്തത്? അപ്പോൾ അനി വീണ്ടും പറയുകയാണ്, ഏട്ടൻ ആദ്യം ചെയ്യേണ്ടത് വലിയമ്മ വിളിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ ഏട്ടത്തിയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ്. ഈ സമയത്ത് ദേവയാനി അവിടെ എത്തുകയും ഇവരുടെ സംഭാഷണം മറഞ്ഞു നിന്നുകൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനി വീണ്ടും പറയുകയാണ്, ഏട്ടത്തി ഈ കുടുംബത്തിനു വേണ്ടി ആരും ചെയ്യാത്ത സഹായമാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഏട്ടൻ മറക്കരുത്. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് വലിയമ്മ ഏട്ടത്തിയെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് കേട്ട് ദേവയാനി വല്ലാതെ പരിഭ്രമിക്കുകയാണ്. അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നു, ഇവിടുത്തെ പ്രശ്നം അതല്ല. നീ എത്രയും വേഗം അനാമികയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ അമ്മ ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ്. എൻ്റെ അമ്മ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച്. അത്രത്തോളം അവൾ എൻ്റെ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിരിക്കുകയാണ് എന്ന് അനി പറയുമ്പോൾ ആദർശ് പ്രതികരിക്കുകയാണ്, അതെ, ഞാനൊരു കാര്യം പറയാം. നീ ഒരു കാരണവശാലും ഇനി നന്ദുവിനെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുത്. ഞാൻ പോകുന്നത് നന്ദുവിനെ കാണാനല്ല, ഏട്ടത്തിയെ കാണാനാണ്. അത് വേണ്ട എന്ന് മറ്റുള്ളവരെ പോലെ ഏട്ടനും പറയല്ലേ. നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്? നീ ആ വീട്ടിൽ പോകുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. അനാമിക അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഈ ഒരൊറ്റ പ്രശ്നം കാരണമാണ്. അവൾ വരയ്ക്കുന്ന വരയിൽ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് നന്ദുവിന് ഇപ്പോഴുണ്ടായ അനുഭവം അതെനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ പിൻപിൽ കളിച്ചത് അവളും അവളുടെ വീട്ടുകാരുമാണ്. അതുകൊണ്ട് ഇനിയും അവളെപ്പോലെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പെണ്ണിൻ്റെ സാരിത്തലപ്പിൽ തൂങ്ങി നടക്കുവാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഈ വീട്ടിൽ കയറി വന്ന സ്ത്രീകളിൽ നന്മയും സ്നേഹവും മറ്റുള്ളവരുടെ വേദനയും തിരിച്ചറിയുവാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രമാണ്. അത് നയനേടത്തിയാണ്. അനാമിക ഇവിടേക്ക് വരാത്തതിൽ എനിക്കൊരു വിഷമവുമില്ല. എന്നാൽ നയനേടത്തി വരാത്തതിൽ നല്ല വിഷമമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഏട്ടനുമുണ്ട്. ആദർശിൻ്റെയും അനിയുടെയും ഈ സംസാരമെല്ലാം കേട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയോടും ചിന്താകുലത്തോടും കൂടി ദേവയാനി മടങ്ങി വീണ്ടും തൻ്റെ കിടക്കയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, എങ്ങനെയും ഈ സത്യം തിരിച്ചറിയണം. തുടർന്ന് കാണുന്നത് ഗോവിന്ദനും കനകയും തമ്മിലുള്ള സംസാരമാണ്. ഗോവിന്ദൻ പറയുന്നു, ഇനി നന്ദുവിനോട് അധികം പുറത്തേക്കൊന്നും പോകണ്ട എന്ന് പറയണം. അപകടപ്പെടുത്തുവാൻ ആരെങ്കിലും വന്നാൽ ഒന്നും തിരിച്ചു ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ്. പോലീസിൽ കേസ് കൊടുക്കാം എന്ന് വെച്ചാൽ പ്രതികളാകുന്നത് ബന്ധുക്കൾ തന്നെയായിരിക്കും. എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കനക, ആദർശ് മോൻ്റെ അമ്മ വിഷം ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലായിട്ടും കുടുംബത്തിൽ പോലീസ് കയറാതിരിക്കുവാൻ അത് കേസാക്കാത്തവരാണ് അവിടെയുള്ളവർ. എന്തോരം ഭയത്തോടെയാണ് ഇപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വീടിൻ്റെ വാതിക്കലേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. തുടർന്ന് ആദർശ് മോനെ എന്ന് പറഞ്ഞ് കനക അടുത്തേക്ക് ചെല്ലുകയും നയനെ അവിടേക്ക് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഇനിയും ഈ പിടിവാശി വേണോ? അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് അവിടേക്ക് വന്നുകൂടെ? നിന്റെ വരവിന് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. ആരാ ആദർശേട്ടാ ആ എല്ലാവരും? എൻ്റെ അമ്മായിയമ്മ ഞാൻ വരണമെന്ന് പറഞ്ഞോ? അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോള് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുന്നതല്ലേ മോനെ നല്ലത്? എത്ര ദിവസം എന്ന് കരുതിയാണ് അച്ഛാ നിൽക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ ഒരിക്കലും ഇവരോട് മടങ്ങി വരാൻ പറഞ്ഞില്ലെങ്കിൽ ഇവൾ ഇവിടെ തന്നെ നിൽക്കുമോ? ഞാൻ അവിടേക്ക് വന്നിട്ട് എന്തിനാണ് ആദർശേട്ടാ അമ്മയുടെ പ്രഷർ കൂട്ടുന്നത്? അമ്മ എന്നെ തിരിച്ചു വിളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്തുവാൻ ഒരുപാട് പേരുണ്ടാകും. അത് കേട്ടിട്ട് ആദർശ് പറയുകയാണ്, ഇത് നീ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ചേച്ചിയെ അവിടെ സപ്പോർട്ട് ചെയ്യുവാൻ അവളുടെ ഭർത്താവ് പോലുമില്ല. അബിക്ക് നവ്യയോട് ഒരു സ്നേഹവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നവ്യ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? കുറച്ചു ദിവസം കൂടി ഞാനിവിടെ മനസ്സമാധാനത്തോടെ നിൽക്കട്ടെ ആദർശേട്ടാ എന്ന് നയന പറയുമ്പോൾ ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഇല്ലാത്തതുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് എനിക്കാണ്. അനിയും മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ നീ അവിടെ വന്നു നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. ഞാനിങ്ങോട്ട് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അനി എന്നോട് പറഞ്ഞു ഏട്ടത്തിയെ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവരണമെന്ന്. അപ്പോൾ നയന പറയുകയാണ്, ഞാനവിടെ ഇല്ലാത്തതിൻ്റെ ആശ്വാസത്തിലായിരിക്കും അമ്മ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും തൽക്കാലം നല്ലത് ഞാനിവിടെ നിൽക്കുന്നത് തന്നെയാണ്.
അത് വേണ്ട എന്ന് ദയവ് ചെയ്ത് ആദർശേട്ടൻ പറയരുത്. എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്കങ്ങോട്ട് വരണമെന്ന് തോന്നുമ്പോൾ നീ വന്നാൽ മതി. ഇത് പറഞ്ഞ് ആദർശ് മടങ്ങിപ്പോവുകയാണ്. ആദർശ് ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻ നയനയോട് പറയുകയാണ്, മോന് വലിയ വിഷമമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നയന പറയുന്നു, ഞാനവിടെ ചെന്നാൽ അതിനേക്കാൾ വിഷമമാകുമച്ചാ. അമ്മയുടെയും എൻ്റെയും ഇടയിൽ കിടന്ന് ആദർശേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടും. ഇത് പറഞ്ഞുകൊണ്ട് നയന മുറിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് ജയൻ ഓഫീസിൽ പോകുവാൻ വേണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനി തൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ദേവയാനിയെ കണ്ടുകൊണ്ട് ജയൻ ചോദിക്കുകയാണ്, ഇതെന്താണ് ഒരുങ്ങിയൊക്കെ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചോ? ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ, അതിനു മുമ്പ് മറ്റൊരിടത്തേക്ക് നമുക്ക് പോകണം. എവിടേക്ക്? ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. നീ എന്തൊക്കെയാണ് ദേവയാനി പറയുന്നത്? എന്തേ, അങ്ങനെ ഒരു വീടില്ലേ? ആ വീട്ടിലേക്ക് പോകുന്നതിനും എനിക്ക് വിലക്കാണോ? ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടേക്ക് വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നു, എന്താ ഇവിടെ? അല്ല, ഇയാളെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട് കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചാ? എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ കാണാൻ ഇവിടെ ആരും എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ അവളുടെ വീടെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? അതിന് മുത്തശ്ശൻ ദേവയാനിയോട്, ദേവയാനി, നിന്റെ അസുഖമൊക്കെ മാറി വരികയാണ് എന്നുവെച്ച് ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി സഞ്ചരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ്, ഇപ്പോൾ തന്നെ നീ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു ആയിട്ടില്ലെന്ന്? അത്യാവശ്യം നടക്കാമെന്നും പുറത്തൊക്കെ പോകാമെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അത്യാവശ്യത്തിന് മാത്രമാണ്, അനാവശ്യത്തിന് പുറത്തിറങ്ങാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ജയൻ പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്കിന്നൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ തന്നെ സമയം വൈകി. അങ്ങനെയുള്ളപ്പോൾ നിനക്കൊപ്പം എനിക്ക് എങ്ങനെ വരാൻ പറ്റും? ഇത് കേട്ടിട്ട് ദേവയാനി വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ അറിയാത്തതായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദേവയാനിയുടെ ഈ വാക്കുകൾ കേട്ട് ജയനും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളാണ് അടുത്ത എപ്പിസോഡുകളിൽ വരുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായി വീണ്ടും കാണാം.